നമസ്കാരം. യുവർ ഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കൊച്ചിയിൽ നിന്നും റോഡിലൂടെ 23,000 കിലോമീറ്റർ താണ്ടി ലണ്ടനിലേക്ക് ഒരു സാഹസികമായ യാത്ര ഒരു മൂവർ സംഘം തുടങ്ങിയത് നമ്മളെല്ലാം അറിഞ്ഞിരുന്നല്ലോ. എന്നാൽ റഷ്യയിലെത്തിയപ്പോൾ ഈ മൂവർ സംഘത്തിൽ ഒരു വിള്ളലുണ്ടായി. അതിൽ നിന്നും ഒറ്റയ്ക്ക് UK-യിൽ റോഡിലൂടെ എത്തിയ ഏഷ്യനെറ്റിലെ സ്മാർട്ട് ഡ്രൈവ് അവതരിപ്പിക്കുന്ന ബൈജു എൻ നായർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഏതായാലും UK-യിൽ അതിസാഹസികമായി 23,000 കിലോമീറ്റർ താണ്ടി റോഡിലൂടെ താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണല്ലോ. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കളുടെ ഈ യാത്രയെ? ഈ അതിസാഹസികമെന്ന് യാത്ര വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊരു വലിയ SUV-യുടെ ആഡംബരത്തിൽ AC-യുടെ ആഡംബരത്തിലൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തത്. സാഹസികം എന്ന് പറയണമെങ്കിൽ ഒരുപക്ഷെ യൂറോപ്യൻസ് ഒക്കെ യാത്ര ചെയ്യുന്ന പോലെ ബാക്ക് പാക്കിംഗ് ഒക്കെ നടത്തിയാലായിരിക്കാം സാഹസികമാകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സാഹസികത എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു 3-4 അതായത് റഷ്യ വരെയുള്ള ഭാഗമായിരുന്നു ഏറ്റവും സാഹസികം. ഇന്ത്യയുടെ മുകളിലൂടെ വരുന്ന അതെ, അത് നമ്മൾ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് ഉൾപ്പെടെയുള്ള 5300 മീറ്റർ എബോവ് സീ ലെവൽ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഓരോ നിമിഷവും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ടിബറ്റിന്റെ ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിന്റെ ആ ഒരു സൈഡും അതിനുശേഷം നമ്മൾ കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, റഷ്യ, ഈ 4 രാജ്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം വെല്ലുവിളി നേരിടേണ്ടി വന്നത്. അപ്പോൾ അവിടെ ഒരു പക്ഷേ കുറേയൊക്കെ സാഹസികമെന്ന് വിളിക്കാം. പക്ഷെ അതിനുശേഷം ശ്രീകുമാറിന് അറിയാവുന്ന പോലെ യൂറോപ്പിൽ കയറിയ പിന്നെ സാഹസികതയൊന്നും ആവശ്യമില്ല. നല്ല റോഡുകളുണ്ട്. അല്ല, ഈ ടിബറ്റിന്റെ അവിടെയൊക്കെ നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ റോഡുകളുള്ള സ്ഥലങ്ങളാണോ അതോ നമ്മൾ റോഡ് ഉണ്ടാക്കി പോവുകയാണോ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പക്ഷെ ഇപ്പൊ എല്ലാവരുടെയും അറിവിലായിട്ട് പറയാം, നമ്മൾ അങ്ങേയറ്റം മനോഹരമായ ഹൈവേകളാണ് ടിബറ്റിലുള്ളത്. അത് 8 ലൈൻ ഹൈവേകൾ വരെയുണ്ട്. ഇത്രയും ദുഷ്കരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഹിമാലയത്തിന്റെ കയറ്റിറക്കങ്ങളിലൂടെയൊക്കെ പോകുന്ന 8 ലൈൻ ഹൈവേകൾ ഉൾപ്പെടെയുള്ള അതിഗംഭീരമായ റോഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ചൈന ചെയ്തിരിക്കുന്നത്. അല്ല, ഈ ചൈനയുടെ കാര്യം അപ്പോൾ ഇന്ത്യയുടെ ഭാഗം തന്നെ അതിൻ്റെ ഹിമാലയൻ ഏരിയാസിലൊക്കെ പോയിട്ടുണ്ടല്ലോ. അവിടെ റോഡുകളുണ്ടോ അതോ യഥാർത്ഥത്തിൽ? വളരെ മോശം റോഡുകളാണ് ഇന്ത്യയിലെ ഹിമാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. ഈ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ പറ്റില്ല. അത് അവിടെ അങ്ങനെ കിടക്കും. പിന്നെ മണ്ണിന്റെ ഒക്കെ മുകളിൽ കൂടെ വണ്ടി ചാടിച്ചൊക്കെ പോകുന്നതായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഉദാഹരണമായിട്ട് നമ്മളുടെ ഇപ്പൊ ഇതേ ടിബറ്റിന്റെ മറ്റൊരു സൈഡാണ് ലഡാക്ക്, ഇന്ത്യയുടെ ഭാഗമായ ലഡാക്ക്. ലഡാക്കിലൊക്കെ മെയിൻ റോഡുകളൊക്കെ മോശമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചൈനയിലെ ഉൾ റോഡുകൾ പോലും അതിമനോഹരമായ റോഡുകളാണ് ഈ ടിബറ്റ് ഏരിയയിൽ. അല്ല, നമ്മളെപ്പോഴും ഈ ഹൈവേയിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല സ്പീഡിലൊക്കെ വിട്ടുപോകാമെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളും ഏത് തരം സ്ഥലങ്ങളാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ പിടിച്ചുപറിയുള്ളതാണോ, ചമ്പൽ കാടുകളെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹസികമായ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ചൈന അവർ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേപ്പാളിൽ നിന്നും ചൈനയുടെ ബോർഡറിൽ എൻട്രി ചെയ്യുന്നത് തൊട്ടൊരു ഗൈഡ് നമ്മുടെ കൂടെയുണ്ട്. 14 ദിവസമായിരുന്നു നമ്മൾ ചൈനയിൽ യാത്ര ചെയ്തത്. ഈ 14 ദിവസവും ഒരു ഗൈഡ് നമ്മളോടൊപ്പം ഉണ്ട്. അത് ഗൈഡാണോ ഇനി സീക്രട്ട് പോലീസാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർ തരുന്ന ഒരു ഗൈഡാണ്. അതുപോലെ ചൈന പറയുന്ന ഐറ്റിനറിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. നേരത്തെ തന്നെ നമുക്ക് ഐറ്റിനറി തരും. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് താമസിക്കുക എന്നാണ് ഐറ്റിനറിയിൽ താമസിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗൈഡ് കൂടെ ഉള്ളത് കൊണ്ട് ചൈനയിൽ ഭാഷയുടെ പ്രശ്നമായാലും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ താങ്കൾ ഈ ഒരു സംഘത്തിൽ എങ്ങനെയാണ് വന്നുപെട്ടത്? ഞങ്ങൾ 3 പേരും ഇപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേഷ് ജോസഫ്, ലാൽ ജോസ്, ഞങ്ങൾ 3 പേരും വർഷങ്ങളായിട്ട് പരിചയമുള്ളവരൊന്നുമല്ല. ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഉണ്ട്, ദേശാടനം എന്നൊരു ട്രാവലോഗുകളുടെ ഒരു കളക്ഷനാണ്. അതിന്റെ പ്രകാശന ചടങ്ങിന് വേണ്ടിയാണ് ഞാൻ സുരേഷ് ജോസഫിനെ ആദ്യമായിട്ട് ക്ഷണിച്ചതും കാണുന്നതും. അദ്ദേഹം അപ്പോൾ ഇന്ത്യയിലെ കുറച്ച് സോളോ ഡ്രൈവിംഗ് റെക്കോർഡ്സ് ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ വിളിച്ചു. അപ്പൊ ആ സമയത്താണ് സുരേഷ് സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാലത്ത് ഞാൻ കൊച്ചിയിൽ നിന്ന് സൈബീരിയയിലേക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. എങ്കിൽ ലണ്ടൻ യാത്ര ആകാമെന്ന് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂടി. അതിനുശേഷം എൻ്റെ മാഗസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാനും ലാൽ ജോസും തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ ലാലുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ലാലുവിനും താല്പര്യമാണ്. അങ്ങനെയാണ് ഈ 3 പേരും ഒരുമിച്ച് കൂടിയത്. പക്ഷെ അതിനുശേഷം എന്താ വെച്ചാൽ ഈ ഒരു എല്ലാവരും ഒഫീഷ്യൽ തിരക്കുകളുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേഴ്സണൽ റിലേഷൻ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമോ ഒന്നും കിട്ടിയില്ല. വണ്ടി കയറിയിട്ടാണ് റിലേഷൻ ഉണ്ടാക്കാൻ. അങ്ങനെയാണ് റിലേഷനും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയത് വണ്ടിക്കകത്ത് വെച്ച് തുടങ്ങിയാണ്. അല്ല, അത് നമ്മളിപ്പോൾ ഒരു വിവാഹം പോലെയാണല്ലോ. നമ്മൾ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് ഇതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പ്രശ്നം തുടങ്ങുമെന്ന് പറയാറുണ്ടല്ലോ. അത്തരത്തിൽ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട്
ഒരുപക്ഷെ മലയാളികൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ 3 പേർക്ക് എന്തുകൊണ്ട് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കിൽ തന്നെ ആ പ്രശ്നമുണ്ട്. തമ്മിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം ഞാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലാൽ ജോസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ യാത്രയിൽ ഉടനീളം സംഭവിച്ച കാര്യം. ആ അഡ്ജസ്റ്റ്മെന്റ് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന് മുറിവേക്കുന്നതായിട്ട് തോന്നുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇപ്പം ഈ ആത്രയിലെ തുടക്കം തൊട്ട് ഒരു ആദ്യത്തെ ഒരു 12ാമത്തെ ദിവസം തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയോട് കൂടിയാണ് ഈ യാത്ര ഈ പ്രശ്നങ്ങളിലേക്ക് കയറിയത്. അപ്പോഴൊക്കെ ഞാനും ലാലുവും ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുഭവിക്കുന്നത് പ്രശ്നങ്ങൾ, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല. ആ സമയത്ത് നമ്മളത് എങ്ങനെയെങ്കിലും ഇത് മുഴുമിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയും പക്ഷേ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അവസാനം സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് 42ാം ദിവസമാണ് ഞാൻ പുറത്തു പോകേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതിനുശേഷവും ഒരുപക്ഷെ ഞാൻ ക്ഷമയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ യാത്ര തുടരാമായിരുന്നു. പക്ഷേ ഒരുപക്ഷെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇപ്പോൾ വളരെ ലോകം അല്ലെങ്കിൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു യാത്രയിൽ ബൈജുവിന് എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൂടായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ തന്നെ ആ ഒരു ഉത്തരവുമുണ്ട്. കാരണം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയിരുന്നെങ്കിൽ ഒരു വലിയ റെക്കോർഡിന് അവരോടൊപ്പം നിൽക്കാമായിരുന്ന ആളാണ് ഞാൻ. അത് ചെയ്യാതെ ഞാൻ പുറത്ത് പോകണമെങ്കിൽ എത്രത്തോളം എനിക്ക് മുറിവേറ്റ് കാണും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഈ മുറിവേറ്റു എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞുള്ള ഒറ്റയ്ക്ക് സൈബീരിയയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഇത് കാർ ഓടിക്കാൻ തരാത്തതാണോ പ്രശ്നം? കാർ ഓടിക്കാൻ തരാത്തൊരു വലിയ പ്രശ്നമാണ്. കാരണം ഞാൻ 96 മാതൃഭൂമിയിൽ ഒരു ഓട്ടോമൊബൈൽ കോളം എഴുതിക്കൊണ്ട് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിലേക്ക് കടന്ന ആളാണ്. അപ്പം ഞാൻ ഓടിച്ചിടത്തിൻ്റെ ഒരു 4 പോലും ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പലരും ഓടിച്ചിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ജോലി അതാണ്. രാവിലെ തൊട്ട് വിവിധതരം വാഹനങ്ങൾ ഓടിക്കുക, പിന്നെ കേരളത്തിൽ നിന്ന് നേപ്പാൾ, കേരളത്തിൽ നിന്ന് ഭൂട്ടാൻ, ഇങ്ങനെ പല ഡ്രൈവുകളും ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. യൂറോപ്പിൽ തന്നെ ഞാൻ 5 വർഷം മുമ്പ് ലണ്ടനിൽ നിന്നും ഡ്രൈവ് ചെയ്ത് 15 യൂറോപ്യൻ കൺട്രീസ് പോയി തിരിച്ച് ലണ്ടനിൽ വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ഡ്രൈവറുമല്ല. അപ്പോൾ എന്റെ ഡ്രൈവിങ്ങിനെ സംശയിക്കേണ്ട കാര്യവുമില്ല. ലാൽ ജോസ് ആണെങ്കിലും വളരെ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ആളാണ്. അപ്പൊ നമ്മളൊരു യാത്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങളുമെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് 3 പേരുണ്ടല്ലോ ഡെയിലി ഇങ്ങനെ മാറി മാറി ഒരു 3-4 മണിക്കൂർ വെച്ച് ഓടിക്കുന്നുണ്ടാവണം എന്നാണ് ഞങ്ങളും കരുതിയിരുന്നത്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഈ ഒരു 16,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ ഓടിച്ചിരിക്കുന്ന ഒരു ഹാർഡ്ലി 1000 കിലോമീറ്റേഴ്സ് ഹാർഡ്ലി. ലാലു ആണെങ്കിൽ ഒരു 500 കിലോമീറ്റർ ആയിരിക്കും അങ്ങേ അറ്റം ഓടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന എനിക്ക് പോലും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ മനസ്സിലതുണ്ടായിരുന്നിരിക്കാം. ഞാനും ലാലുവും തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പോട്ടെ, സാറിന് ഓടിക്കാനുള്ള താല്പര്യമാണെങ്കിൽ അങ്ങ് ഓടിച്ചോട്ടെ എന്നുള്ള വണ്ടി തന്നെ നമ്മൾ ആ സംഭവം അങ്ങ് വിട്ടിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ എനിക്ക് 40 വയസ്സിൽ കൂടുതലായ ഒരു മനുഷ്യനാണ്, ലാലുവിനും 48 വയസ്സുണ്ട്. നമ്മളൊക്കെ ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണ്. നമുക്ക് നമ്മളെ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. തീർച്ചയായിട്ടും ഏത് കാര്യത്തിലും മ്യൂച്വൽ റെസ്പെക്റ്റും, പ്രത്യേകിച്ച് ഈ 24 മണിക്കൂറും 42 ദിവസം കണ്ടുകൊണ്ടിരുന്ന 3 പേരാണ്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ തീർക്കാവുന്നു. പക്ഷേ സുരേഷ് സാറ് ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, എൻ്റെ സ്വഭാവം ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഔട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരാളുടെ അടുത്ത് നമ്മൾ പഞ്ചപുച്ഛം അടക്കി നിന്ന് ചെയ്യേണ്ട ഒരു ജീവൻ മരണ യാത്രയായിട്ടൊന്നും ഞാനിതിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനത് വിട്ടത്. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു റെക്കോർഡിന് വേണ്ടിയല്ല ഞാൻ ഈ UK എത്തിയിരിക്കുന്നതും. ഞാൻ സത്യത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് തിരിച്ചു പോകാനാണ് ഇരുന്നത്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട 1-2 ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ നിന്നുള്ള. അവരെന്നോട് പറഞ്ഞു, അതിൽ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ചേട്ടൻ ഏതെങ്കിലും 2-3 സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങി ഞാൻ പോകാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ കാണാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ പോളണ്ടിൽ എത്തിയ സമയത്താണ് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, ഏഷ്യാനെറ്റിലെ ഒരു ജോലിയുള്ള ഒരാളുമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തുകൊണ്ട് UK യാത്ര അവസാനിപ്പിക്കുന്നില്ല? കാരണം നീ അതല്ലേ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഒരു റെക്കോർഡിന് വേണ്ടി അല്ലെങ്കിലും ആ യാത്ര മുഴുവനാക്കാൻ എൻ്റെ അടുത്ത് ഒരു ഉപദേശിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അതങ്ങനെയെന്ന്. അപ്പോൾ ഒരു റെക്കോർഡ് ഞാൻ ക്ലെയിം ചെയ്യുന്നതേ ഇല്ല, ഞാനൊരു ഒഫീഷ്യലി ക്ലെയിം ചെയ്യുന്നതേ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു യാത്രയിൽ തുടക്കത്തിൽ ഞാൻ എത്തിയെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു റെക്കോർഡിനും അല്ല, റെക്കോർഡ് ഇല്ലെങ്കിൽ തന്നെയും നമ്മളെ കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം എത്ര ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടാവണം? ഞങ്ങളുടെ അറിവിൽ ഒരാൾ പോലും എത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ നിന്നും
ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് ഓടിച്ചു പോയ ഒരു തുഷാർ അഗർവാൾ എന്ന് പറഞ്ഞ ആളെ ഭാര്യയെ നമുക്ക് ഓൺലൈനിൽ നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷെ അവരുടെയൊക്കെ പ്രശ്നം വെച്ചാൽ അവരൊക്കെ 2 വർഷം കൊണ്ടൊക്കെയാണ് ഇവിടെ നിന്ന് ഓടിച്ചു പോയത്. പല സ്ഥലത്തും താമസിച്ചും റഷ്യയിൽ 6 മാസം താമസിച്ചു അവർ ഹോളിഡേക്ക് പോയതാണ് റെക്കോർഡ് എന്ന് പറയാം. ഞാൻ 55 ദിവസം ഒറ്റ സ്ട്രെച്ചിൽ വന്നതല്ല. ഒറ്റ സ്ട്രെച്ചിൽ 55-ാം ദിവസം ഞാൻ ഇവിടെ എത്തി കൊച്ചിയിൽ നിന്നും. അപ്പൊ അത് അല്ല, അങ്ങനെ ഒരു റെക്കോർഡ് നമുക്കൊന്ന് നോക്കിക്കൂടെ? കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം 55 ദിവസം കൊണ്ട് ലണ്ടനിലെത്തിയ ആദ്യത്തെ വ്യക്തി. ഇപ്പോൾ ഈ സുരേഷ് സാറ് അല്ലെങ്കിൽ ലാൽ ജോസ് രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ അവർ ചെയ്യുന്നത് ഓരോ സ്ഥലത്തും എത്തിയിട്ട് അവിടുത്തെ പെർമനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി ഇത്ര കിലോമീറ്റർ റീഡിങ് എന്നൊക്കെ സൈൻ ചെയ്യിച്ചു. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത്. പക്ഷേ റെക്കോർഡിന് കൊടുക്കാൻ വേണ്ടിയുള്ള സജ്ജമാക്കുന്നതാണ്. ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ അത്ര റെക്കോർഡുകളൊന്നുമില്ല. കുറെ ബസ് ടിക്കറ്റുകളുടെ ഒരു കൂമ്പാരം മാത്രമേ ഉള്ളൂ കയ്യിലുണ്ടല്ലോ, ബസ്സിലെടുത്തുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു യാത്ര പുറപ്പെട്ടു വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ സ്ഥലത്ത് എത്തുമ്പോഴുള്ള പബ്ലിക്കിന്റെ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ പബ്ലിക്കിനെ കണ്ടു കാണുമല്ലോ കുറേ. തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു? നമ്മളുടെ കൂടെയുള്ള ലാൽ ജോസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വലിയ ആവേശമാണ് ജനങ്ങൾക്ക് ലാലുവിനെ സ്വീകരിക്കാനും. കൂടെ നമ്മൾ കൂടെ സ്വാഭാവികമായും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാലു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ലാലു എല്ലാവരുമായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. അങ്ങനെ നമുക്ക് എല്ലായിടത്തും, ഇപ്പോൾ റഷ്യയിലായാലും ചൈനയിൽ മാത്രം നമുക്ക് ഒരു മലയാളിയെ പോലും കണ്ടുകാണാൻ പറ്റിയില്ല. ആകെ ഒരു സ്ഥലത്ത് മാത്രം ഒരു മലയാളി ഗസ്റ്റ് ഹൗസിൽ നമ്മൾ ഒരു മലയാളി കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു, അതേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും മലയാളികൾ നിർലോഭമായ സഹകരണം. അത് നമുക്ക് താമസത്തിൻ്റെ കാര്യത്തിലായാലും ഫുഡ് എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ആ രീതിയിൽ കിർഗിസ്ഥാനിലും കസാഖിസ്ഥാനിലും മലയാളി ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ ഉണ്ടായിരുന്നു മലയാളി സമൂഹം തന്നെ ഉണ്ട്. ശരി, ഓക്കെ. നമ്മൾ ഈ ഓരോ രാജ്യങ്ങൾ കടന്നു വരുമ്പോഴേ ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ അകം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളം കഴിഞ്ഞ് അടുത്ത സംസ്ഥാനത്ത് പോകുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ പ്രകൃതി വരെ വ്യത്യാസമാണ്. അതിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു സ്ഥലം എവിടെയാണ്? അപ്പോൾ ശ്രീകുമാർക്ക് പോയിട്ടുണ്ടാവും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കാണ്. ഇപ്പോൾ വരുന്ന വഴിയിൽ കണ്ട പ്രാഗും പരിസരവും ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത്. പക്ഷെ നമ്മളെ അമ്പരപ്പിച്ച ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ഞാൻ ചൈനയിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഷാങ്ഹായ്, ബീജിംഗ് തുടങ്ങി എല്ലാവരും പോകുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് പക്ഷേ ചൈന എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു യാത്രയിൽ. അതിലൊരു 10-300 കിലോമീറ്റർ സ്നോഫോൾ ആണെങ്കിൽ അടുത്ത 250 കിലോമീറ്റർ മരുഭൂമി, അടുത്തത് ഒരു 250 കിലോമീറ്റർ ഭയങ്കര ഗ്രീനറി ഉള്ള കാടുകൾ, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രകൃതിയും. ഓടിയാ തീരാത്ത, കുറേയൊക്കെ ബോറടിക്കുകയും ചെയ്യും, ഓടിയാ തീരില്ല. 5300 കിലോമീറ്റർ വിസ്തൃതമായി അങ്ങനെ കിടക്കുകയാണ് ആ രാജ്യം. അത് വളരെ അത്ഭുതകരമായ രാജ്യമായിരുന്നു. നമ്മൾ പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവായ ഒരു ധാരണയുണ്ടല്ലോ. ഇപ്പോൾ ചൈനയിലൂടെ വന്നപ്പോഴത്തേക്ക് ചൈനയുടെ മൊത്തം സമ്പദ്ഘടന ഒരുപക്ഷെ നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടിച്ചു പോകുമ്പോൾ അറിയാൻ കഴിയും. ഈ നമ്മൾ ടി വിയിലും പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ ഉപരി അത് ഫീൽ ചെയ്യാൻ കഴിയും. എന്തോ ഫീൽ ചെയ്യുന്നു ചൈനയുടെ ഇപ്പോഴത്തെ? ചൈനയുടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചൈന എന്ന് ഇപ്പോഴും ചൈനക്കാർ വിശ്വസിക്കുന്നത് ടിബറ്റ് ഒഴികെയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. ടിബറ്റിലുള്ളവരും ചൈനക്കാരുമായിട്ട് വലിയൊരു വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ദലൈലാമയെ ഓടിച്ച തൊട്ടുള്ള സംഭവങ്ങളെല്ലാം ടിബറ്റിലുള്ളവരുടെ മനസ്സിലുണ്ട്. അവരിപ്പോഴും ദലൈലാമയുടെ ഡിവോട്ടീസ് ആണ്. അതിന് വേറെ ഒരു പഞ്ചൻ ലാമ, അതൊരു പുതിയ ലാമയെ ചൈനീസ് ഗവൺമെന്റ് പ്രതിഷ്ഠിച്ചെങ്കിലും ജനങ്ങളത് മാനസികമായി ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പരസ്പരം വിളിക്കുന്നതൊക്കെ വളരെ മോശം വാക്കുകളാണ്. ചൈനക്കാരെ ടിബറ്റുകാർ തിരിച്ചു. ടിബറ്റുകാർക്ക് ഇന്ത്യക്കാരോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ദലൈലാമയ്ക്ക് നമ്മൾ ഇത് കൊടുത്തു, അഭയം കൊടുത്തു എന്നുള്ളതിന് വലിയ സന്തോഷമുണ്ട്. എങ്കിൽ പോലും അവരെല്ലാവരും സമ്മതിക്കുന്ന കാര്യം, സ്വാതന്ത്ര്യം കുറവാണെങ്കിലും ഓരോ വ്യക്തിയെയും ഗവൺമെന്റ് വേണ്ട രീതിയിൽ പരിഗണിക്കുകയും സ്നേഹിക്കുകയും വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നുണ്ട്. ടിബറ്റിലും ഉണ്ട്, ചൈനയിലും ഉണ്ട്. ഓക്കെ. പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒത്തിരി കുറവുണ്ട്. ഇത്രയും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഈ എത്ര ദിവസമായി നാട്ടിൽ ഇറങ്ങിയിട്ട്? ഇവിടെ 60 ദിവസം കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യം. തീർച്ചയായിട്ടും. അപ്പം നമ്മളൊക്കെ ഈ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ 60 ദിവസം കൊണ്ട് ലോകത്ത് മൊത്തം ഒരു സംസ്കാരം, വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും കഴിയും. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് എന്ന് പറയുന്നത്, ഞാൻ ധാരാളം സഞ്ചരിക്കുന്ന ആളാണെങ്കിലും എവിടെ ചെന്നാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് പിടിച്ച് അവിടെ പോയി കഴിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെത്. പക്ഷേ ചൈനയൊക്കെ പോലുള്ള റഷ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഇന്റീരിയറിലൊക്കെ നമ്മൾ കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ പല സാധനങ്ങളും കഴിക്കാൻ സാധിച്ചു. അത് ഇനിയിപ്പോൾ ഒരു അടുത്ത യാത്രയിൽ ഞാൻ എവിടെ പോയാലും അവിടുത്തെ
സ്വന്തം ഫുഡ് കഴിക്കുക എന്നുള്ളതായിരിക്കും. എങ്കിലേ നമുക്ക് അത് ആ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. റഷ്യ വരെയാണല്ലോ ഏറ്റവും കഠിനമായിട്ടുണ്ടായിരുന്ന ഒരു യാത്ര എല്ലാ തരത്തിലും. അപ്പം അതിൽ ഏറ്റവും മോശമായ ഒരു അനുഭവം ഏതായിരുന്നു? ഈ വഴക്കെല്ലാം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈ യാത്രയിൽ ഏറ്റവും ക്ലേശകരമായിട്ട് തോന്നിയ ഒരവസ്ഥ? ക്ലേശകരം എന്ന് പറയുന്നത് ഈ കസാക്കിസ്ഥാനിൽ ശരിക്കും പ്രധാനപ്പെട്ട 2 നഗരങ്ങളിലും മലയാളികൾ നമ്മളെ അങ്ങേയറ്റം, എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ പോലും ഉണ്ടായത് കസാക്കിസ്ഥാനിലാണ്. പക്ഷേ കസാഖിസ്ഥാനിലൊരു പ്രശ്നം എന്ന് പറയുന്നത് 1300 കിലോമീറ്റർ ഒക്കെ നീണ്ടു കിടക്കുന്ന ഹൈവേയിൽ ഒരു കടയോ ഒരു വീടോ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ രാവിലെ 3 മണിക്കൊക്കെ യാത്ര ആരംഭിച്ചാൽ 1300 കിലോമീറ്റർ ഓടിയാലേ അടുത്തൊരു സ്ഥലം ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഇല്ല, ഇടയ്ക്ക് താമസിക്കാമെന്നോ ഒന്നൊരു ചോയ്സേ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് 1000 കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും ഒരു ചെറിയ ഹോട്ടൽ പോലെ എന്തെങ്കിലും കാണുന്നത്. അത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഫുൾ ടൈം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ കയ്യിൽ നിന്ന് വാഹനം വിട്ടുപോകുന്ന രീതിയിൽ കാറ്റിന്റെ ഫോഴ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. അത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് അതിങ്ങനെ എന്താ മരുഭൂമി പോലെ മരുഭൂമി പോലെയാണ് കിടക്കുന്നത്. പക്ഷെ വെറുതെ മണ്ണും, ഇപ്പൊ നമ്മളൊരു ഗൾഫിൽ കാണുന്ന പോലത്തെ മരുഭൂമിയല്ല. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങൾ കുറവാണ്, പക്ഷെ പച്ചപ്പുണ്ട്. പിന്നെ ഇതിങ്ങനെ കിടക്കുന്നു. അല്ല, ഈ വരുന്ന അവസരത്തിൽ ഈ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു? നമ്മൾ ഓരോ രാജ്യത്തും ചെന്ന് കയറുമ്പോൾ തന്നെ ഒന്നുകിൽ നമ്മൾ അവിടുത്തെ ഒരു മലയാളിയോട് ആ രാജ്യത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ട്രാഫിക് നിയമങ്ങൾ, അതിന്റെ സ്പീഡ് ലിമിറ്റുകൾ, ഫുഡിന്റെ കാര്യം, ഇത്തരത്തിലുള്ള എവിടെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, ഇത്തരം സ്ഥലങ്ങൾ പലരും പറഞ്ഞു തരികയും അതുപോലെ അവർ ആ റോഡ് എടുക്കണ്ട, ആ റോഡിൽ ചില പ്രശ്നങ്ങളുണ്ട്, ട്രക്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അതിലെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 2-3 തവണ നമ്മൾ വഴി മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലായിടത്തും ചോദിച്ചാൽ അതുപോലെ പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരിക്കും, പോലീസുകാർ നമ്മളെ കൈ കാണിച്ചാൽ എന്ത് ചെയ്യണം, അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും. അല്ല, ഒരുപക്ഷേ താങ്കൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് വരെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ആവേശം ഒരുപക്ഷെ ധാരാളം മലയാളികൾക്ക് ഉണ്ടാവാം. ഇനി നമുക്കൊന്ന് വന്നുകൂടെയെന്ന് തോന്നാം. ഇപ്പൊ ആദ്യമായിട്ട് താങ്കളെ പോലെയുള്ള ആൾക്കാർ വന്നെങ്കിലും ഇനി വരാനുള്ളൊരു ആവേശം ഉണ്ടാവും. അവർക്ക് ഒരു ഉപദേശം കൊടുക്കണേ എന്ത് പറയും? ഇത് ഈ പറഞ്ഞതുപോലെ ഇത് ഒരിക്കലും ഒരു സാധാരണ ഒരു മലയാളിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. എൻ്റെ അനുഭവത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊച്ചിയിൽ നിന്നും ഇവിടെ എത്താം. ഞാൻ പറഞ്ഞ റോഡിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അല്ലാതെയുള്ള ഒരേ ഒരു ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ നമ്മൾ പുറപ്പെടുമ്പോൾ പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് ഈ ഒരു കാറിന് വേണ്ടി വരുന്ന കാർനെറ്റ് എന്ന് പറയുന്ന ഒരു പാസ്പോർട്ട് എന്ന് തന്നെ വിളിക്കാം, കാറിൻ്റെ ഒരു പാസ്പോർട്ട്. അത് കിട്ടണമെങ്കിൽ നമ്മൾ വാഹനത്തിന്റെ ഇൻവോയ്സ് വാല്യൂവിന്റെ 3.5 ഇരട്ടി ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. തിരിച്ചു ചെല്ലുമ്പോൾ റിലീസ് ചെയ്യും എങ്കിൽ പോലും. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിന് ഏതാണ്ട് 90 ലക്ഷം രൂപയ്ക്ക് എടുത്ത് നമുക്ക് ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ടി വന്നു. അത് റിലീസ് ചെയ്യുമെങ്കിലും ആദ്യം അത് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. രണ്ടാമത് നമുക്ക് ഡൽഹിയിലുള്ള ഞങ്ങളെ സഹായിച്ച ട്രാവൽ ഏജന്റിനെ പോലുള്ള ഒരു ട്രാവൽ ഏജന്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഓരോ സ്ഥലത്തെയും ഗൈഡ് അടക്കം ഓരോ സ്ഥലത്തും എല്ലാം ബുക്ക് ചെയ്ത് വിസയും നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കൊച്ചിയിൽ നിന്നും ഇവിടെ ലണ്ടനിലേക്ക് എത്താൻ ആകെ 2 വഴികളേ ഉള്ളൂ. ഒന്ന് നേപ്പാൾ വഴി ഞങ്ങൾ വന്ന ചൈന വഴിയുള്ള, മറ്റൊന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ടർക്കി. അത് കുറച്ച് കട്ടിയായിരിക്കും. അത് വളരെ എളുപ്പമാണ്. ശരിക്കും ഈ റൂട്ടിനേക്കാൾ 7000 കിലോമീറ്റർ കുറവാണ്. പക്ഷേ എത്തുമെന്നുള്ളൊരു സംശയം, അല്ല തിരിച്ചെത്തും, ഏതെങ്കിലും 2 കാര്യത്തിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു വഴിയാണ് നമുക്ക്. ഇപ്പൊ താങ്കൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള റൂട്ടാണ്? ഒരു സേഫ് തന്നെ, വളരെ സേഫ് തന്നെ. പിന്നെ ഇപ്പം നമ്മൾ വന്നപ്പോൾ സേഫാണ്. പൊതുവെ എല്ലാവരും പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഒരിടത്തും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പോലീസ് പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്, ആയിട്ടുണ്ട്. അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും പറയാം. പിന്നെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതെ നമ്മൾ നേരെ രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരുന്ന വലിയ കുഴപ്പമില്ല. അതേ എവിടെ ചെന്നാലും രാത്രി വളരെ വൈകി വെളിയിറങ്ങി നടക്കാതിരിക്കുകയും നമുക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്ത അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓരോ രാജ്യത്തും എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞുകൂടാതെ ചെന്ന് പെടാവുന്ന അവസ്ഥകളുണ്ടല്ലോ. അപ്പോൾ ഈ ട്രാഫിക് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ രാജ്യത്തിലെയും ട്രാഫിക് നിയമങ്ങൾ വ്യത്യാസമായിരിക്കും. ഒരുപക്ഷെ ബോർഡുകളൊന്നും കൃത്യമായിട്ട് ഇംഗ്ലീഷിലൊന്നും ആയിരിക്കത്തില്ല എഴുതി വെച്ചിരിക്കും. നമുക്ക് അത് കണ്ടുപിടിക്കാനും പറ്റില്ല. അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ചൈനയിലെ രസകരമായ അനുഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പോരുന്നതെങ്കിലും ചൈനയിൽ ചൈനീസ് ലൈസൻസ് വേറെ വേണം. അത് നമുക്ക് താൽക്കാലികമായിട്ട് ലൈസൻസ് തരും. നമ്മൾ ചൈനയിൽ പ്രവേശിച്ചാൽ ഉടനെ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോവുക, അവിടെ നിന്ന് ഓറൽ ടെസ്റ്റ് ഉണ്ട്. ഓറൽ ടെസ്റ്റ് ഒക്കെ വളരെ സിമ്പിൾ ചോദ്യമാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു നിയമം അവിടെയുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും 6 മാസത്തേക്കുള്ള ചൈനീസ് ലൈസൻസ് തരും. ഇത് കൂടാതെ വാഹനം പൂർണ്ണമായിട്ടും അവർ പരിശോധിക്കും മീൻസ് വളരെ അത്യാധുനികമായ സംവിധാനങ്ങളാണ്. ഒരു ഹോളിനകത്തേക്ക് വാഹനം കയറ്റി അവരുടെ സെൻസേഴ്സ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ
വാഹനം നിർമ്മിച്ച വർഷം തൊട്ട് ഓടിയ കിലോമീറ്റർ, അതിന്റെ ബ്രേക്കിന്റെ അവസ്ഥ, ലൈറ്റ് എല്ലാം നമുക്കവിടെ ബോർഡിൽ കാണാം. എന്നിട്ട് അത് അവരുടെ റോഡുകൾക്ക് പറ്റും എന്ന് സർട്ടിഫൈ ചെയ്തിട്ട് ചൈനീസ് നമ്പർ പ്ലേറ്റും തരും. വേറെ പുതിയ നമ്പർ പ്ലേറ്റ് ആണ്. ചൈന വിടുന്ന വരെ പുതിയ നമ്പർ പ്ലേറ്റും ഉണ്ട്. ഇത്രയും ശ്രദ്ധിച്ചാണ് അവർ ആ വാഹനം നമുക്ക് വഴിയിലേക്ക് ഇറക്കാൻ അനുവദിക്കുന്നത്. അപ്പൊ അതുകൂടാതെ നമുക്ക് വഴിയിൽ എഴുതി വെച്ചിരിക്കുന്ന സ്പീഡ് ലിമിറ്റ് അല്ല അവരവിടെ പാലിക്കുന്നത്. ഓരോ സ്ഥലത്തും പോലീസ് വേറെ സ്പീഡ് ലിമിറ്റ് തരും. ഇപ്പം നെക്സ്റ്റ് 50 കിലോമീറ്റേഴ്സ് ഇൻ 39 മിനിറ്റ്സ് എന്ന് എഴുതുന്ന അങ്ങനെ എത്താൻ പാടുള്ളൂ. അതിന് മുമ്പ് എത്തിയ 1 മിനിറ്റിന് 100 യുവൻ ഫൈൻ അടിക്കും. ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കാര്യങ്ങളുണ്ട്. പിന്നെ റഷ്യയിൽ വെച്ച് നമ്മൾ മലയാളികൾക്ക് കേട്ട ചിരി വരാവുന്ന ഒരു കാര്യമാണത്. വാഹനം കഴുകിയിട്ടില്ലാത്തതിന്റെ പേരിൽ പോലീസ് പിടിച്ചു. വാഹനം കഴുകിയില്ലേ പോലീസ് പിടിക്കും. വാഹനം ക്ലീൻ ആയിട്ട് കൊണ്ടുനടന്നില്ലെങ്കിൽ അത് ശിക്ഷയാണ് അവിടെ. പിന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇറങ്ങിയിട്ട് നമ്പർ പ്ലേറ്റ്, ഹെഡ്ലൈറ്റ്, ടെയിൽ ലാമ്പ് എല്ലാം തുടയ്ക്കാൻ പറഞ്ഞു. നമ്മളെ നിർത്തി അതെല്ലാം തുടപ്പിച്ചു. അതെല്ലാം ബ്ലാക്ക് പിടിച്ച് കാണും. എല്ലാത്തിലും ചെളി ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എത്ര ചെളി പിടിച്ചാലും കുഴപ്പമില്ല. അതൊക്കെ നമുക്കൊരു വ്യത്യസ്തമായ അനുഭവമാണ്. അല്ല, ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ട്രാഫിക് നിയമങ്ങളും ട്രാഫിക് റൂൾസും എല്ലാം കണ്ടുവന്നത് കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ എന്തെങ്കിലും നിയമം ഇതിൽ പാലിച്ചാണോ നമ്മളവിടെ ഡ്രൈവ് ചെയ്യുന്നത്? 1% പോലും ഇല്ല. ഞാനിപ്പോൾ ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു ചെന്നാൽ ആദ്യം ഞാൻ ചെയ്യുക, ആരായാലും വെളിയിൽ പോയി ചെയ്യുന്ന നമ്മൾ റോഡിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വാഹനം നിർത്തി കൊടുക്കുക എന്നുള്ള മര്യാദ കാണിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ക്രോസ് ചെയ്യില്ല. കാരണം അവരാ മര്യാദ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ. ശരിയാണ്. അതുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കും. നമ്മൾ നിർത്തിയ വണ്ടികളൊന്നും ബാക്കിൽ വരുന്ന വണ്ടിക്കാരൻ നമ്മളെ ഇറങ്ങി അടിക്കും. അതാണ് അവിടുത്തെ സംവാദം. ഒരു തരത്തിലുള്ള മ്യൂച്വൽ റെസ്പെക്റ്റും ഒരു തരത്തിലുള്ള സിവിക് സെൻസും നമ്മൾ നാട്ടിൽ ഡ്രൈവിങ്ങിൽ കാണിക്കുന്നില്ല. അത് വഷളായി വരുന്നതല്ലാതെ നന്നാകുന്നുമില്ല. നമുക്ക് വളരെ സങ്കടം തോന്നും. നമ്മൾ ഇപ്പം കിർഗിസ്ഥാൻ എന്നൊക്കെ പറയുന്ന രാജ്യം അങ്ങേയറ്റം ദാരിദ്ര്യം പിടിച്ച ഇന്ത്യക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രാജ്യം. പക്ഷെ അവർ പോലും എത്ര നന്നായിട്ട് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും പരസ്പരം ബഹുമാനിച്ച് വാഹനം ഓടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് നമ്മളെ നാട്ടിലെ ഏറ്റവും അധികം ആൾക്കാർ മരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഈ ട്രാഫിക് അപകടങ്ങളിലൂടെയൊക്കെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടോട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ പൗരധർമ്മം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് വഴിയിൽ എവിടെ വെച്ച് പൗരധർമ്മം വിഷയം അപ്രത്യക്ഷമായി. പൗരധർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ സാറിന് അറിയാവുന്ന പോലെ നമ്മളിവിടെ ഒരു കുട്ടി ഒരിക്കലും ഒരു കടലാസ് കഷ്ണം റോഡിലിടില്ല. കാരണം അവൻ ജനിക്കുമ്പോൾ തൊട്ട് അവനെ പഠിപ്പിക്കുന്ന അങ്ങനെ ഇടാൻ പാടില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്നതായിരുന്നു പൗരധർമ്മം. അത് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ഈ തലമുറ പോട്ടെ. മുമ്പേ പോണ ഒരു കാറുകാരനെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ആണെങ്കിൽ തന്നെ മര്യാദയായി. അതെ. അപ്പൊ നമ്മള് ഇപ്പൊ എന്റെയൊക്കെ തലമുറ പോട്ടേന്ന് വെക്കാൻ രക്ഷയുള്ളൂ. അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി നന്നാക്കാൻ പറ്റില്ല. വരുന്ന തലമുറ നമുക്ക് ചെറുപ്പത്തിലെ ഇത്തരം പൗരധർമ്മങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റണം. അല്ല, വരുന്ന തലമുറ കുറെ കൂടെ ഫാസ്റ്റ് ആണ് അതെ അല്ലേ? അപ്പൊ ഈ പൗരധർമ്മം ഉണ്ടോ അത് അവർക്ക് ഫാസ്റ്റിന് പോകുന്നു റോഡിൽ ഇറങ്ങുമ്പോൾ ഉള്ളത് വളരെ ഫാസ്റ്റ് ഒരു തലമുറയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അത് റോഡിൽ വളരെ ക്ലീൻ ആയിട്ടാണ്. ഇവിടെ നമുക്ക് ബോറടിച്ചിരിക്കുന്ന ഒരു ദിവസം നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നാട്ടിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അവിടെ അത് പോയി കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ പോയി എന്ന് വിചാരിച്ചത് ഒരു എൻജോയ് ചെയ്ത് ഓടിക്കാനോ പറ്റത്തില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ മൊത്തം ഓടിയല്ലോ. ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കും. ഇന്ത്യ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഓരോ സ്റ്റേറ്റിലുള്ള വ്യത്യാസം എന്ന് പറയും. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തമിഴ്നാട് ഒരു പരിധി വരെയും ആന്ധ്രയും കർണാടകയും ഈ യൂറോപ്പിൽ പോലും അത്രയും മനോഹരമായ റോഡുകളില്ല. 8 ലൈൻ എക്സ്പ്രസ് ഹൈവേസ്, ഗംഭീരമായ എക്സ്പ്രസ് ഹൈവേസ് ഉണ്ട്. എല്ലാം ടോളുണ്ട്. എങ്കിൽ പോലും നമുക്ക് അതിമനോഹരമായിട്ട് ഓടിച്ചു പോകാം. അതുകൊണ്ട് അവരൊക്കെ ആ ഒരു ലെവലിൽ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഉള്ളൊരു പ്രശ്നം ഫെൻസിങ് ഇല്ലെങ്കിൽ ആരെങ്കിലും ക്രോസ് ചെയ്യും. അത് ഇന്ത്യയുടെ ഒരു പ്രശ്നമാണല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ടാകാത്ത രീതിയിലുണ്ട് റോഡ്. എങ്കിൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ഫെൻസിങ്ങിന്റെ മുകളിൽ കൂടി സൈക്കിൾ കടത്തി പോകാൻ പറ്റുമെങ്കിൽ പോകാൻ ശ്രമിക്കും. അല്ല, അതുകൊണ്ട് അത് ഇന്ത്യക്കാരുടെ ഒരു ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് നല്ലൊരു ഇതുപോലെ 8 ലൈനുള്ള ഡ്രൈവ് കണ്ടപ്പോൾ ഒന്ന് കാർ ഓടിച്ച് കളയാന്ന് വിചാരിച്ചു. നല്ല സ്പീഡിൽ വന്നപ്പോൾ ഓപ്പോസിറ്റിൽ വരുന്ന ഒരാൾ അത് വരും, ലൈറ്റ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഒക്കെ കയറി വരും. അത് ഹൈവേയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്രയും 8 ലൈൻ ഉള്ള സ്ഥലത്ത് ഓപ്പോസിറ്റില് അത് കുറച്ച് കഴിയുമ്പോൾ വേളം മറ്റേ കയറിക്കൊള്ളുമെന്നാണ് പറയുന്നത്. ശരിയാ, അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇന്ത്യയിലെ റോഡുകൾ എത്ര നല്ലതാണെങ്കിലും സ്പീഡ് എടുക്കാൻ ഒരു ഭയം തോന്നും. ആരെങ്കിലും എതിരെ വരുമോ എന്നുള്ള. അപ്പം ഇതിൽ പൊതുവേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള റോഡ് സേഫ്റ്റി നിയമങ്ങളുള്ള കേരളത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും താങ്കൾ? അത് അതിന് കാരണം വെച്ചാൽ കേരളം കുറച്ചുകൂടെ ചെറുതാണ്, കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വിഷ്വലി കുറച്ചുകൂടി പെട്ടെന്ന് തോന്നുന്നു എന്നേ ഉള്ളൂ. ബീഹാറിന് ഒട്ടും മോശമല്ലല്ലോ അക്കാര്യത്തിൽ. അതുകൊണ്ട് ഇന്ത്യ മൊത്തത്തിൽ റോഡിന്റെ കാര്യത്തിൽ, റോഡ് കൾച്ചറിന്റെ കാര്യത്തിൽ വളരെ വളരെ മോശം നിയമങ്ങൾ പാലിക്കാത്ത, നമുക്ക് ഒരു ഡ്രൈവിംഗ് ഒരു എൻജോയ്മെന്റേ അല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും.
അതാണ് ഒരു പ്രശ്നം. ഇവിടെ നമുക്ക് ഇപ്പൊ ഉദാഹരണം നമ്മളിപ്പോ ഇവിടെ കൺവേർട്ടബിൾ ഓപ്പൺ ടോപ്പ് കാറുകളിലൊക്കെ നല്ല രസകരമായി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം. തീർച്ചയായിട്ടും അത് സാധിക്കില്ല. തീർച്ചയായിട്ടും നമുക്കൊരു മോട്ടോർ വേയിൽ വേണമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഡ്രൈവിന് പോകാൻ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നാട്ടിലൊരിക്കലും ഒരു 10 മിനിറ്റ് പോലും നമുക്ക് സന്തോഷമായിട്ട് പുറത്തിറങ്ങുക, വണ്ടിയിലിറങ്ങുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു യാത്രയെക്കുറിച്ചിട്ട് എന്തെങ്കിലും പുസ്തകം എഴുതാനോ എന്തെങ്കിലും സാധ്യത ഉണ്ടാവും? ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു 18 രാജ്യങ്ങളിൽ സഞ്ചരിച്ചതിൻ്റെ ഇതെല്ലാം കൂടി ഒരു ദേശാടനം എന്നൊരു പുസ്തകം മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ 4 കടൽ രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യക്കാർ ഏറ്റവും അധികം പോകുന്ന തായ്ലൻഡ്, ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, ഈ 4 രാജ്യങ്ങളെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ ശ്രീലങ്കയിൽ പ്രഭാകരൻ മരിച്ച് അധികം താമസിക്കാതെ ജാഫ്ന വരെ സഞ്ചരിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 4ാമത്തെ ഒരു പുസ്തകം ഉണ്ട്. ഇപ്പൊ എന്റെ മാഗസിനിൽ ഇപ്പൊ ഈ യാത്രയുടെ ഒരു 4-5 ഇഷ്യൂ ആയിട്ട് ഇപ്പൊ പ്രസിദ്ധീകരിച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാഗസിൻ സ്മാർട്ട് ഡ്രൈവ്. സ്മാർട്ട് ഡ്രൈവ് തുടങ്ങിയിട്ട് 2-3 വർഷമായെന്ന് വിചാരിക്കുന്നു. അതെ അതെ. മാതൃഭൂമി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ മാഗസിൻ. ഓക്കെ, നമ്മുടെ ഈ ഷോ എന്ന് പറയുന്നത് യൂറോപ്പിലെ മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു ഷോ ആണ്. അപ്പം നമ്മൾ യൂറോപ്പിൽ വന്നിരിക്കുന്ന എല്ലാം വ്യത്യസ്തമായ കഴിവുകളുള്ള ആൾക്കാരാണ്. അവരുടെ ഓരോ കഴിവുകളെ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു ദൗത്യത്തോടു കൂടിയാണ് യുവർ ഷോ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഈ വിവിധ രാജ്യങ്ങളിലൂടെ വിവിധ സാഹചര്യത്തിൽ ജീവിക്കുന്ന മലയാളികളെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം പൊതുവേ പറയണമെങ്കിൽ ഓരോ രാജ്യത്തെയും മലയാളികളുടെ ജീവിത രീതി വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? അത് ഈ പറഞ്ഞ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതായത് റഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളൊരു മലയാളിയാണ്. അതുപോലെ തന്നെ കസാഖിസ്ഥാനിലെ അവിടെ ഓയിൽ റിച്ച് ആയിട്ടുള്ള രാജ്യമാണല്ലോ, അവിടുത്തെ ഓയിൽ റിഫൈനറികളുടെ മുഴുവൻ മെയിൻ കോൺട്രാക്ടർ ഒരു മലയാളിയാണ്. അതുപോലെ പ്രാഗിൽ ഞാൻ വന്നപ്പോൾ പ്രാഗിൽ ഒരു 4 പേര് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പ്രാഗിൽ വരിക, അവർ കേരളം എന്ന് പറഞ്ഞൊരു ഹോട്ടൽ തുടങ്ങി വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള മലയാളി എന്ത് ഏറ്റെടുത്താലും വിജയിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള വളരെ ഒരു അഭിമാനത്തോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ രാജ്യത്തെ. അങ്ങനെ തീരെ നശിച്ച ഒരു തീരെ മോശം ജോലി പോലും ചെയ്യുന്ന മലയാളികളെ കണ്ടില്ല. എല്ലാവരും വളരെ നല്ല സന്തോഷമായി ജീവിക്കുക, ആ രാജ്യമായിട്ട് ഇടപഴകി, ആ ഭാഷ പെട്ടെന്ന് പഠിച്ച്, അതൊക്കെ മലയാളിക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ വിവിധ രാജ്യങ്ങളിൽ പോവുകയും വിവിധ തലത്തിലുള്ള മലയാളികളുമായിട്ടും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ടും പല രാജ്യത്തു നിന്നും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പുരയിടം എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഖേദം തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, ഇത് മറ്റു രാജ്യക്കാരെ വിളിച്ചുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ലല്ലോ, മലയാളി ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ മലയാളിക്ക് അത്ര അതിനുള്ള മലയാളികളില്ല എന്ന് ഒരവസ്ഥ ഉണ്ടായിരുന്നു അഭിപ്രായത്തിൽ. അപ്പോൾ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങൾ ഒരു 10 മലയാളി അല്ലെങ്കിൽ 15-20 മലയാളി ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ എന്ത് പറയും? തീർച്ചയായിട്ടും അതെ. മലയാളി എപ്പോഴും അത് ഇവിടെ യൂറോപ്പ് ജീവിക്കുന്ന ആളെന്നുള്ളതൊക്കെ അറിയാമല്ലോ. നമ്മൾ മലയാളികൾ കേരളം വിട്ടാൽ എന്ത് ജോലിയും ചെയ്യും, വളരെ നന്നായിട്ട് ഇത് ചെയ്യും. പക്ഷെ കേരളത്തിലെ മലയാളികൾക്ക് മൊത്തത്തിൽ ആസ് എ ഹോൾ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് സത്യമാണ്. കേരളം നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ള തമിഴ്നാട്ടിൽ പോയാലും തീർന്നു. നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഇടപെടുക. ഇപ്പൊ ഈ യാത്രയെ പറ്റി തന്നെ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇത് ഇടയ്ക്കൊരു വാർത്ത വന്നു, നമ്മൾ സർക്കാരിന്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെ ഒന്നും കേട്ടല്ലോ. 30 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് താങ്കൾ വന്നത്. അതെ, അങ്ങനെ ആരും ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിരിക്കുന്നത് 1-2 ബിൽഡേഴ്സ് ആണ്, അവരുടെ പൈസ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ യാത്രയിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിഭാഗം എൻ്റെ കൂടെ എന്നെ ആശ്വസിപ്പിക്കുക, എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തെങ്കിലും ആവശ്യമില്ലാതെ വെറുതെ നമ്മളെ ചീത്ത വിളിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതല്ല നീ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? അതിപ്പോ ഞാനിപ്പോ വ്യക്തിപരമായ ഒരു യാത്രയാണ് സത്യം പറഞ്ഞാല്. ഇതിനകത്ത് നമ്മൾ ആരുടെ ഒരു സ്റ്റേറ്റിന്റെ ഹെൽപ്പോട് കൂടി ഒന്നും അതൊക്കെ മലയാളി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് തോന്നുന്നു. അതിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരു അതിഭയങ്കരമായ സന്തോഷം തോന്നുകയും. അല്ല, നമ്മളിപ്പോ 3 പേര് ഒരുമിച്ചാണ് യാത്ര തിരിച്ചതെങ്കിലും ലാൽ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വ്യക്തിപ്രഭാവം ഇതിലുടനീളം ഉണ്ടായോ? ആ ഉടനീളം ഉണ്ടായെന്ന് മാത്രമല്ല, ആ ഉടനീളം ഉണ്ടായ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം തോന്നിയത്. കാരണം വെച്ചാൽ ഇപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാനിൽ ആരും കൂടെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എന്നോട് സംസാരിക്കണമെന്നേ ഇല്ല. കാരണം ഇപ്പൊ ഞാൻ ഒരു ടി വി പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആരും ഇപ്പം ഓട്ടോമൊബൈൽ താല്പര്യമുള്ള കുറച്ച് പേര് കാണുമെന്നല്ലാതെ എല്ലാവരും എന്നെ തിരിച്ചറിയണം. തീർച്ചയായിട്ടും നമ്മളത് മാനസികമായിട്ട് അംഗീകരിക്കണം. അത് 3 പേരും അംഗീകരിക്കണമായിരുന്നു
ഇല്ല എന്നുള്ളതാണ്. ഇതിൽ താങ്കൾ പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിക്ക് അത്തരം ഒരു വ്യക്തി പ്രഭാവം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അത് ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ തോന്നിയില്ലെങ്കിൽ പോലും ലാസ്റ്റ് ഞാൻ പുറത്തു പോകേണ്ടി വന്ന സംഭവം തന്നെ ലാലുവിൻ്റെ 2 ഫാൻസിനെ വളരെ മോശമായി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചതാണ് സംഭവം. ഓക്കെ, അതാണ് ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം. അത് നിരന്തരമായി സംഭവിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ലാൽ ജോസിന് കിട്ടുന്ന അത്രത്തോളം ഒരു വ്യക്തിത്വം മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല. ഒരിക്കലുമില്ല. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് ലാൽ ജോസ് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യം. തീർച്ചയായിട്ടും. താങ്കൾ ഈ മൂവർ സംഘത്തിൽ നിന്നും പിരിഞ്ഞു, ഒരുമിച്ച് ഒറ്റയ്ക്ക് പിരിഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം അത്തരം ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് താങ്കൾ മാത്രം മാറി ഒറ്റയ്ക്ക് വന്നു, ലാൽ ജോസ് എന്തുകൊണ്ട് കൂടെ വന്നില്ല? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഇപ്പം ഞാനും ലാലും ഒരുമിച്ചാണ് ഇതെല്ലാം അനുഭവിച്ചതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ ഒരുമിച്ച് ഇറങ്ങി പോരേണ്ടതല്ല എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ലാലു എന്ന് പറയുന്ന ആളിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് എല്ലാം അറിയാം, അങ്ങേരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല. അപ്പോൾ ലാലു ആദ്യം തൊട്ടേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്ത് വില കൊടുത്തും ഇത് മുഴുവനാക്കും ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് മീഡിയയോട് മുഴുവൻ ഉത്തരം പറയാൻ പറ്റില്ല, ഒരു കാര്യം. രണ്ടാമത് ലാലുവിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ലാലുവിൻ്റെ പരിചയത്തിലാണ് എല്ലാ സ്പോൺസർഷിപ്പും വന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം, ആ പൈസയുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് എങ്ങനെയെങ്കിലും ഇത് മുഴുവിപ്പിക്കും എന്ന് ലാലു ആദ്യം തൊട്ടേ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ അത് ലാലുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് മുഴുവനാക്കുക, അത് കഴിഞ്ഞ് മീഡിയയോട് പരാതിയൊന്നും ഇല്ലാതെ ലാലുവിനെ ഇറങ്ങി പോകാൻ പറ്റുക എന്നുള്ളതാണ് ലാലു ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ലാലുവായിട്ട് ഇപ്പോഴും എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ സ്ഥിരം കോൺടാക്റ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു ലാലുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട് ലാലു അവിടെ നിൽക്കുന്നു. എൻ്റെ സ്വഭാവത്തിൻ്റെ ദോഷം കൊണ്ടാണോ എന്നറിയില്ല. റിയാക്ട് ചെയ്തു. അതെ, റിയാക്ട് ചെയ്തു. പണ്ട് ഒരു സിനിമയിലെ പനിതീര് തളി ആന എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ആന പനിതീര് തളിക്കാതിരിക്കുന്നു. എന്തായിരുന്നു? ചെവിയിൽ പഞ്ഞു വെച്ചിരുന്നു. ആനയുടെ ചെവിയിൽ പഞ്ഞു വെച്ചിരുന്നു. അത്തരം ഒരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയുള്ള ഒരു രീതിയിൽ ലാൽ ജോസ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് 42 ദിവസം പോലും ഞാൻ സഹിച്ചത് എങ്ങനെയെന്ന് ഞാൻ തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഞാൻ അങ്ങേയറ്റം ആത്മാഭിമാനമുള്ളൊരു മനുഷ്യനാണ്. അതെനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു സ്വഭാവം. ആ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എങ്ങനെ 42 ദിവസം സഹിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണക്കാരൻ ലാൽ ജോസാണ്. ഓരോരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ലാലുവിന് കൂടുതൽ വിഷമം ഉണ്ടായ കാര്യങ്ങളിൽ പോലും ലാലു പറയും, നമുക്കൊന്നും പ്രതികരിക്കണ്ട, നീ മിണ്ടാതിരിക്കുക എന്ന് പറയുമായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കൂടെ 42 ദിവസം ഇരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഞാൻ ചെയ്യും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം. അല്ല, ഒരു ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ തോന്നുന്നു. താങ്കൾ ഏതാണ്ട് ഒരു 1000 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ കിട്ടി? അതായത് ഈ സാറിന് 59 വയസ്സുണ്ട്. ഈ 59 വയസ്സുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി തൊട്ട് 4 മണി വരെയൊക്കെ ഉറക്കം വരുന്ന ഒരു ഉണ്ടല്ലോ. ഉറങ്ങാമല്ലോ, ഒരു 100 മൈൽ അല്ല, ഉറങ്ങിയ സംഭവങ്ങളുണ്ട്. വളരെ വ്യക്തമായി ഉറങ്ങി വണ്ടി പാളിപ്പോയ സംഭവങ്ങളുണ്ട്. അപ്പൊ പോലും പലപ്പോഴും സ്റ്റിയറിംഗ് തരില്ല. ഇതിപ്പോ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ 2 or 3 രാജ്യങ്ങളിൽ കുറച്ചു നേരം ഒരു 100-150 കിലോമീറ്റർ വെച്ചൊക്കെ ഓടിച്ചതിന്റെ കണക്ക് വെച്ചാണ് ഞാൻ ഒരു 10 മിനിറ്റ് ഉറങ്ങാൻ പറയുന്നത്. ഇതെല്ലാം ക്രൂസിലായിരിക്കും ഓടിയിട്ടുള്ളത് കുറെയൊക്കെ. ഇല്ല, ഇതിന് ക്രൂസ് കൺട്രോൾ ഇല്ല. അപ്പൊ ചവിട്ടി തന്നെ പറ്റും. പക്ഷെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അല്ല, മനസ്സിലായി. അല്ല, ക്രൂസ് കൺട്രോളും കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു എന്ന് പറയാണ്. 100 മൈൽ 3 പേര് ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. താങ്കൾ നേരത്തെ UK എത്തുകയും ചെയ്തു. 23,000 കിലോമീറ്റർ താണ്ടി റോഡിലൂടെ വന്ന് UK വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ സൈഡാണ് നമ്മൾ കേട്ടത്. ഇത് ഒരുപക്ഷെ നമ്മൾ ഏത് കാര്യത്തിനും 2 വശം ഉണ്ടാവുമല്ലോ. ഇതൊരു 100% ആയിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. താങ്കളുടെ ഫീലിംഗ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മറ്റു വശം കൂടെ കേൾക്കാനുള്ള അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണം. അപ്പോൾ അതിന് ഒരു അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ഓൺലൈൻ പത്രം എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ അതിലൊരു വാചകം കൂടി പറഞ്ഞു. അതും ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഇവിടെയും പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ലാൽ ജോസ് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ്. ഞാൻ ഓൺലൈൻ പത്രത്തിനോട് പറഞ്ഞു, ബൈജു അത്രയൊന്നും പ്രശ്നങ്ങളോട് ഉണ്ടായില്ല എന്ന് ലാലു പറയുമെങ്കിൽ പരസ്യമായി സുരേഷ് ജോസഫിനോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ലാലു ഒരിക്കലും പറ്റില്ല. ലാലു എൻ്റെ കൂടെ നിന്ന് അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് അങ്ങനെ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ 42-ാം ദിവസം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മിനിങ്ങാന്ന് ഞാൻ ലാലുവിനോട് സംസാരിക്കുമ്പോഴും, അതായത് 56-ാം ദിവസം സംസാരിക്കുമ്പോഴും ലാലു പിന്നെ സ്റ്റിയറിംഗ് തൊട്ടിട്ടില്ല. ഓക്കെ, ഇപ്പോഴും തുടരുന്നു.
കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ ഓടിക്കാൻ. അപ്പോൾ ഈ ലണ്ടനിൽ വണ്ടി എത്തുമല്ലോ ഇനിയിപ്പോൾ? അല്ല, സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ആള് വളരെ എന്താ പറയുക, ഒരു കാര്യം തീരുമാനിച്ചാൽ കൃത്യമായി നടത്തുന്ന ആളാണ്. അതുകൊണ്ട് 100% ആ വണ്ടി ഇവിടെ വരും. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അവരെയും നമ്മൾ കാണാൻ തീർച്ചയായിട്ടും കാണണം. തന്നെയല്ല, അവർക്ക് തീർച്ചയായിട്ടും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം കിട്ടും. ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ക്ലെയിം ചെയ്യുന്നുമില്ല. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ സീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിന്റെ ഒരു മൂലയിൽ രാവിലെ 7 മണിക്ക് 2 പെട്ടിയുമായിട്ട് ഇറക്കി വിട്ട ഞാൻ അവിടെ നിന്ന് നശിച്ചു പോയില്ല. ഞാൻ മാത്രം ഒന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ വന്നു മാത്രമേ ഉള്ളൂ. ഏതായാലും ബൈജു, ഞങ്ങൾക്ക് ഒരു മലയാളി എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നുകയാണ്. കൊച്ചിയിൽ നിന്നും തിരിച്ച് റോഡ് മാർഗം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് ബസ്സിൽ കയറി UK എത്തിയതിൽ യൂറോപ്പിലെ മലയാളികളുടെ പേരിൽ അവരുടെ അഭിമാനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. താങ്ക് യു.